കല്യാണമായി. ഇപ്പൊ ഇന്നലെയാണ് ഫോട്ടോസ് ഇട്ടത്. അപ്പൊ അമ്മച്ചി എന്താ പറയാ, ഇന്നലെ അമ്മച്ചിക്ക് അറിഞ്ഞൂടെ ഇട്ടാ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ. അമ്മച്ചി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറില്ലല്ലോ. സോഷ്യൽ മീഡിയ ഫോട്ടോ വന്ന കാര്യം അമ്മച്ചിക്ക് അറിഞ്ഞൂടാ. ഒരുപാട് പേര് ഫോട്ടോ കണ്ടിട്ട് കല്യാണത്തിന്റെ ആശംസകൾ പറയുന്നുണ്ട്. അമ്മച്ചി തിരിച്ചും നമ്മളെല്ലാവരും വന്ന് ചേരണമെന്നല്ല, അവരോടൊക്കെ വന്ന് പറയാ, അവർ ചെയ്യാൻ കൊണ്ടുള്ള ആശംസകൾ പറയണത്. അപ്പം നിങ്ങളെല്ലാവരും കല്യാണ ദിവസം വന്ന് പങ്കുകൊള്ളുക, സന്തോഷിപ്പിക്കുക. അവരുടെ സന്തോഷമാണ് ഞങ്ങൾക്കൊരു സന്തോഷമാണ്. ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല കേട്ടാ. ഡേറ്റ് ഞങ്ങള് ഫിക്സ് ആക്കിയിട്ടില്ല. എന്നാലും 2026 ആദ്യമായിട്ടൊക്കെ ഉണ്ടാവും അല്ലേ അമ്മച്ചി? എന്താ പറയാ, വീട്ടില് ഒരു മരിപ്പുണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലിയില്. ചേട്ടൻ്റെ മകൻ അത് പെട്ടെന്ന് മരിച്ച ഓട്ടോ ഓടിച്ചുകൊണ്ട് പോയിരുന്നപ്പോൾ പെട്ടെന്ന് എഞ്ചിയാണ് വന്ന് ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞു. അപ്പം അതിന് 6 മാസം കഴിയണം. ഇപ്പം ജനുവരിയാണ് 6 മാസം ആകുന്നത്. അപ്പം അങ്ങനെ കല്യാണം എല്ലാവരും പോലെ ഞങ്ങൾക്ക് സന്തോഷമാണ്. വളരെ സന്തോഷമാണ്. 5 വർഷത്തെ പ്രണയമായിരുന്നു. 5 വർഷത്തെ പ്രണയം ആയിരുന്നു. 5 വർഷമായി പരിചയപ്പെട്ടിട്ട്. ആദ്യം ഫ്രണ്ട്സിനെ പോലെ നമ്മൾ നടന്ന് സിനിമയിൽ കണ്ടൊക്കെ പോലെ അങ്ങനെയല്ല, ഫ്രണ്ട്സായിട്ടാണ് പിന്നീട് പ്രണയിക്കേണ്ടതെന്ന് പറഞ്ഞത്. അങ്ങനെ പ്രണയവും വെച്ചാണ് കല്യാണം കഴിക്കുന്നത്. ഇപ്പം ഇന്നലെയാണ് എല്ലാവരും അറിഞ്ഞത്. ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചാൽ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ? ഇതിൻ്റെതായ യാതൊരു ലക്ഷണം ഉണ്ടായില്ല, അവരൊന്നും ഉണ്ടായില്ല. അവൻ എപ്പോഴും നല്ല ഉറക്കമായിരുന്നു. വീട്ടിലൊന്നും ഉറക്കുമായിരിക്കും, കുറച്ച് സമയത്ത് ഉറങ്ങാറുണ്ട് എപ്പോഴും. ഇപ്പോൾ എന്തെങ്കിലും യാത്രയും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ. ഒരു ഫാൻ ഗേളായിരുന്നോ? ഫാൻ ഗേളായിട്ടാണ് ആദ്യം വന്നത്. പിന്നെ എന്നെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരത്തി ഈ അടൂരാണ് വീടെങ്കിലും എറണാകുളത്താണ് ജോലി ചെയ്യണത്. പുള്ളിക്കാർ ജോലി ചെയ്യുന്ന അടുത്ത് എനിക്കൊരു ഷോപ്പിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് വന്ന് കാണുന്നത്. പിന്നീട് കണ്ടു കഴിഞ്ഞാൽ 2.5 വർഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു കല്യാണ ആലോചനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞത്. ഇന്നലെ ഫോട്ടോ ഇട്ടപ്പം അതിന്റെ അടിയിൽ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. ടീമിന്റെ പാട്ടിലാണോ താര വീണേന്ന് ചോദിച്ചത്. അങ്ങനെ ഉണ്ടോ? പാട്ടും കേൾക്കാറുണ്ട്. എൻ്റെ സ്റ്റാർ മാജിക് ഒക്കെ കാണാറുണ്ട്. എന്നെ ഒരു ആർട്ടിസ്റ്റായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതല്ല കുട്ടി. എൻ്റെ അമ്മച്ചിനെ നോക്കണ കാരണം അവളെ നോക്കുമെന്നാണ് അവള് പറയുന്നത്. ശരിയാണ്. അപ്പോൾ പാട്ടും ഇഷ്ടമാണ് അവൾക്ക്. എൻ്റെ പാട്ടുകളൊക്കെ അവൾക്ക് അറിയാം. അപ്പം ആ പാട്ടും കാരണമായിട്ടില്ല, സ്വഭാവമാണ് കാരണമായത്. താരക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനി ഉണ്ടാക്കണം. സ്റ്റാർ മാജിക്ക് നിർത്തി കാരണം ഇനി അങ്ങനെ പാട്ട് പുതിയതൊക്കെ ഉണ്ടാക്കലൊക്കെ അങ്ങനെ ഉണ്ടാകാറില്ല. അങ്ങനെ കുഴപ്പമില്ലാതെ പോണ്. ഞങ്ങൾക്ക് തോന്നുന്നത് ബിനീഷ് ബാസിനെ മാത്രം ഇഷ്ടപ്പെട്ടിട്ടല്ല, അമ്മച്ചിയെയും കൂടി ഇഷ്ടപ്പെട്ടു. പിന്നെ തീർച്ചയായിട്ടും അമ്മച്ചിനെ ഇഷ്ടപ്പെട്ടാലേ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമുള്ളൂ. അപ്പൊ അമ്മച്ചിനെ കൂടി ഞങ്ങൾ രണ്ടിനും കൂടിയല്ല എപ്പോഴും കാണുന്നത്. എനിക്കൊന്ന് സിനിമ കാണാനെക്കാട്ടും കൂടുതൽ ഞങ്ങളുടെ ബ്ലോഗ് കാണുന്ന ആൾക്കാരാണ് ഇപ്പൊ സമൂഹത്തിലുള്ളത്. എന്നെക്കാളും ഫാൻസ് അമ്മച്ചിക്കാണ്. ലോക മലയാളികൾ എവിടെ പോയാലും, ഞാൻ ലോകത്തിൽ പല സ്ഥലത്തും പോയിട്ടുണ്ട്. പല രാജ്യങ്ങൾ സഞ്ചരിക്കുമ്പോഴും അമ്മച്ചിനെ അന്വേഷിച്ചു എന്ന് പറയുന്ന എൻ്റെ സുഖം എനിക്കാണ് കിട്ടണത്. അപ്പോൾ വന്നിട്ട് അമ്മച്ചിയോട്ട് തിരക്കിയെന്ന് പറയുന്നത് വെച്ച് കറിയുണ്ട്. അത് ഞങ്ങൾ ഉണ്ടാക്കി നോക്കി. പല രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നവരെയൊക്കെ അമ്മച്ചി ഉണ്ടാക്കുന്ന കറികൾ ഉണ്ടാക്കിയ അവർ നാട്ടിൽ വരാൻ നേരത്ത് നാട്ടിൽ ഒരു വില ഉണ്ടാവില്ല. ഞങ്ങൾ അയലന്തരത്തോ അങ്ങനെ ഒന്നും ആൾക്കാർക്ക് ഞങ്ങളൊരു വിലയില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ പണ്ട് തുടങ്ങി എല്ലാവരും നാട്ടുകാരെ കാണുന്നില്ല. അല്ല, മറ്റുള്ള ജില്ലയിൽ നിന്നാണ് എൻ്റെ വീട്ടിൽ വരാൻ അമ്മച്ചിനെ കാണാനൊക്കെ ഒരു ആഗ്രഹം. ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ ഒത്തിരി പേര് അമ്മച്ചിനെ വന്ന് കാണാറുണ്ട്. നേരത്തെയൊക്കെ എന്നെ കാണാൻ വേണ്ടിയാണ് വന്നത്. ഇപ്പം അമ്മച്ചിനെ കാണാൻ വേണ്ടി ഒത്തിരി പേര് ഇവിടെ വന്ന് കാണാറുണ്ട് അമ്മച്ചിനെ. കഴിഞ്ഞ ആഴ്ച വിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും മെഡിക്കൽ നല്ല പ്രവേശനം. എല്ലാവരും മകൾ ഡോക്ടറാണ്. എൻ്റെ ഭർത്താവ് മരിച്ച് അത് ഡോക്ടറാണ്. ഈ സ്ത്രീ ഡോക്ടറാണ്. പിന്നെ അവർക്ക് ഇതിനായിട്ട് പോകാണ്ട് സമയമില്ല. വീട്ടിൽ ഭരണം നല്ലൊരു ഇണങ്ങി പോലെ കഴിവുള്ളതാണെന്നുള്ളത് ഇതില്ല. കുറച്ച് ആപ്പിളും ബ്ലാക്കും വേണ്ട കൊണ്ടുവരണ്ട്. ഇനി വേല കൊണ്ടുവരുന്നത് ഇനി അപ്പു വന്നിട്ട് എന്നെ കൊണ്ടുവരുന്നത്. അമ്മച്ചി എന്താ പറയാമോ, അമ്മച്ചിക്ക് ഇങ്ങനത്തെ ശരീരപ്രകൃതിയാണ്. ചെന്നെങ്കിൽ അമ്മച്ചി വണ്ണം വെക്കാത്ത പ്രകൃതിയാണ്. ഞങ്ങൾ മേടിച്ചു കൊടുക്കാത്ത ഒന്നുമില്ല. എല്ലാ ഭക്ഷണം കഴിക്കേണ്ട എല്ലാ സാധനങ്ങളും ഞങ്ങൾ മേടിച്ചു കൊടുക്കാറുണ്ട്. അമ്മച്ചിയുടെ ഈ ഒരു കഥയുണ്ടാവും. പണ്ട് ചെറുപ്പത്തിൽ അമ്മച്ചിക്ക് ഭയങ്കര വണ്ണമായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വണ്ണമായിട്ട്. അമ്മച്ചി പറയാൻ കേട്ടിട്ടുണ്ട്. അമ്മച്ചി പ്രാർത്ഥിച്ച് വണ്ണം കുറച്ചതാണ്. 18 വയസ്സ് 19 വയസ്സ് വരെ വണ്ണം എനിക്ക് നടക്കാൻ പറ്റൂലാന്ന്. വണ്ണമെങ്കിൽ എൻ്റെ മുടിയൊക്കെ 2 പിന്നിട്ട് ഇവിടെ കേൾക്കും. അപ്പോൾ ആൾക്കാർ വീട്ടിൽ ജോലി എടുക്കുന്നത് അത് ഇട്ടേച്ചും വന്ന് നടക്കണ കാണുമെന്ന് പറയണം. പക്ഷേ കല്യാണം കഴിഞ്ഞവരോട് വണ്ണം പോയി. അപ്പോൾ
അമ്മച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അമ്മച്ചിയുടെ ആഗ്രഹം മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ എന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എല്ലാവരും ആഗ്രഹം. അതായിരുന്നു. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഉറപ്പായിട്ട് എനിക്ക് ഒരു മറുപടി കൊടുക്കാൻ പറ്റില്ലായിരുന്നു. നടക്കും എന്ന് പറഞ്ഞു. എനിക്ക് ഉറപ്പായിട്ട് പറയാം, ഞാൻ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം പോലെ. ഒരു 100-80% കമൻറ്റും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എൻ്റെ കല്യാണത്തെക്കുറിച്ച് ചർച്ച ആയിക്കോളൂ എപ്പോഴും കമൻറ്റിൽ. അത് കാണുമ്പോൾ എനിക്ക് സങ്കടവും ഉണ്ടായിരുന്നു. അപ്പം അത് മാറിയപ്പോൾ സന്തോഷമായി. താരയെ കണ്ടപ്പോൾ തന്നെ, ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു? എന്താ പറഞ്ഞ, ആദ്യമായിട്ട് എന്താ പറഞ്ഞേ? 5 വർഷമായിട്ടുള്ള പ്രണയമാണല്ലോ. അപ്പൊ താരയെ കണ്ടപ്പോ അമ്മച്ചി വീഡിയോ കോളിലൂടെ ആദ്യം കണ്ടത്. ഇല്ല, ഒരു ദിവസം നീ എന്നെ വിളിച്ചോണ്ടത് അവിടെ കൊണ്ടത് മറ്റേ ഞങ്ങളൊരു ഇടപ്പള്ളി പോയപ്പോ. അപ്പൊ എനിക്ക് താര വരുമെന്നുള്ള പ്രതീക്ഷ ഇല്ലായിരുന്നു. ആരാന്ന് ചോദിച്ചപ്പോൾ ഞാനോ താര. മോളെ എനിക്ക് ഇങ്ങനെ കാണാൻ ഇഷ്ടമല്ല മോള് കല്യാണ ചടങ്ങോടുകൂടി ചെണ്ടും റീത്തും കൈപിടിച്ച് കാണാൻ എനിക്കിഷ്ടം. പിന്നെ വന്നില്ലേ, സാരമില്ല, ആദ്യമായിട്ട് കാണുമ്പോൾ അതാണല്ലോ ആവശ്യം. അങ്ങനെ ടീമേ, ഇനി ഇത് പുറത്ത് പറയാൻ, ഈ ഇതിലേക്ക് കിടക്കുക, ഒരു കല്യാണത്തിലേക്ക് എത്താമെന്ന് തോന്നിയ നിമിഷം എന്താണ്? ഈ കല്യാണം വേണോ ചെറിയൊരു മനുഷ്യന്? ഞാൻ ശരിക്കും പറഞ്ഞ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ കല്യാണം വേണ്ടെന്ന് ആഗ്രഹിച്ച ആളാണ്. പിന്നീട് എൻ്റെ മനസ്സിൽ താര വന്നപ്പോൾ വീണ്ടും കല്യാണത്തിൻ്റെ ആഗ്രഹം വന്നു. കല്യാണം നടക്കാൻ പോകുന്നു. ഇതും പറയുമായിരുന്നു കല്യാണം പറയുമ്പോൾ അമ്മയ്ക്ക് പ്രായം കഴിഞ്ഞ് ഇനി എന്തിനാ കല്യാണം വന്നു. 5 വർഷം സമയത്തല്ലോ. 5 വർഷം സമയത്ത് ഞാനും സെറ്റ് ആകാൻ വേണ്ടി വന്നത്. ഇങ്ങനെയായിരുന്നു. വീടൊക്കെ വെക്കാനുള്ള പൈസയൊക്കെ അത്യാവശ്യം ഇനാഗ്രേഷനൊക്കെ വരുന്നുണ്ടല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇപ്പം പോകുന്നുണ്ട്. അതൊക്കെ കൂട്ടി വെച്ചിട്ട് ചെറിയൊരു വീട്, ഇപ്പൊ ഈ വീട് കണ്ടില്ല, അതുപോലെ ചെറിയൊരു കുഞ്ഞു വീട്. ഒരു വീട് ഇവരെ ഉണ്ടെങ്കിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എനിക്ക് 4 മക്കളാണ്. 4 മക്കളിൽ 3 പേർക്കും പെരിയാത് മകള്. എനിക്ക് മാത്രമേ ഇനി വീട് വെക്കാനുള്ളൂ. തറവാട് വീട് പൊളിച്ചിട്ട് ഞാൻ അവിടെ വീട് വെച്ചിട്ടില്ല. പൊളിച്ചു മാറ്റിയിട്ട് വർഷങ്ങളായി, 8 വർഷമായി പൊളിച്ചു മാറ്റിയിട്ട്. ഞാനും അത് ചെറിയ വീടാണ്. എനിക്ക് 3 സെന്റ് സ്ഥലമുള്ളൂ. അതിൽ കൊള്ളാവുന്ന കുഞ്ഞു വീട്, ബംഗ്ലാവൊന്നും ആഗ്രഹിക്കുന്നില്ല. ചെറിയൊരു കുഞ്ഞ് കുടിലിന്നൊന്നും ആൾക്കാരില്ലേ വലിയ വീട് ആഗ്രഹിക്കില്ല. ചെറിയ വീട് കുടിലാണെങ്കിൽ നമുക്ക് 7 മുറി ഉണ്ടാവുന്നത്. 7 മുറി, ബെഡ്റൂം, എല്ലാം അല്ലാതെ ബാത്റൂം, അവിടെ ഇതുപോലെ ബേസിന് എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ട്. പിന്നെ ഒരു വ്യത്യാസമുള്ള നമ്മുടെ പേരുടെ മോള് ഓടാം, അതൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഓലപ്പുരയെ തുടങ്ങി ഓഡിറ്റോറിയത്തിൽ വന്ന് ചെറുസെറ്റൂടെ ചെറിയൊരു എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾക്ക് ഭയങ്കര ഒരു അതിശയം നടന്നു. എന്ന് വെച്ചാൽ ഞാൻ വെളുപ്പിൽ പള്ളി പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് നോക്കാൻ വേണ്ടി ആൾമാർ തുറന്ന്, അപ്പം പണ്ടത്തെ കുഞ്ഞു വീടായിരുന്നു. വയറ് എൻ്റെ അതിൽ നിന്ന് ജാമായ എൻ്റെ വിളക്ക് എത്തിച്ചപ്പോഴാണ്. ഞാൻ അപ്പുറത്ത് നിന്ന് ചായ വെക്കുമ്പോൾ ഇവിടെ തെക്കേ മുറിയിൽ ഭയങ്കരമായിട്ട് ആന്തിക്കത്തിന്. എന്നാൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് അൽമാരി കത്തി പിടിച്ച്. അപ്പം ഞാൻ ബാത്റൂമിൻ്റെ അവിടെ 2 ബക്കറ്റ് നിറച്ച് വെള്ളം കൊരുവെച്ചിട്ടുണ്ട്. എനിക്ക് എന്നാലും വലിയ പ്രയാസം തന്നെയല്ലേ. ഇവരെ 3 പേരുണ്ടല്ലോ, എഴുന്നേക്കട പേര അൽമാരിയൊക്കെ കത്തി പിടിച്ച്. നിങ്ങളൊന്ന് വന്ന് എഴുന്നേറ്റ് നോക്കുന്നപ്പോൾ ബാക്കൂട് വരെ കത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം അമ്മച്ചിക്ക് മറവിയുണ്ട്. അപ്പൊ ഈ അൽമാരി വെച്ചേക്കുന്ന റൂമിൽ കറണ്ട് ബൾബ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പൊ വിളക്ക് കത്തിച്ചിട്ട് അമ്മച്ചിയുടെ പള്ളി പോകാനുള്ള ഡ്രസ്സ് നോക്കുന്നത്. അപ്പൊ അന്ന് വിളക്ക് കത്തിച്ചിട്ട് അൽമാരിയുടെ ഡോർ തുറന്നിട്ട് വിളക്ക് അതിൻ്റെ ഉള്ളിൽ ഒഴിച്ചിട്ട് ആ വിളക്കോടുകൂടി തന്നെ പൂട്ടി. അതിന് ചായ തിളപ്പിക്കാൻ വേണ്ടി പോയി. അത് ഇവിടെ നിന്ന് ചായ തിളപ്പിച്ചിട്ടുണ്ടപ്പോൾ അതങ്ങോട്ട് ആന്തി പിടിച്ചു. ഇത്രയും കത്തിയെങ്കിലും അൽമാരുടെ ഡ്രോയറും കത്തി, ഞാൽക്കൂട്ട് വരെ കത്തി. പക്ഷെ പേരെ പൊളിച്ചപ്പോഴേ ഒരു അടയാളമില്ല, കത്തിയതിൻ്റെ ഒരു അടയാളമില്ല. കത്തി മേലോട്ട് പോയി. എല്ലാ ആധാരം ഡ്രോയറിൻ്റെ വലുപ്പിലാണ്. അത് ലാസ്റ്റ് പറഞ്ഞു നോക്കിയപ്പോൾ അതിനൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഞാൻ സ്വടാൻ്റെ സഭയിലുണ്ട്. ആ സഭയിൽ ഒരു ചെപ്പ് എനിക്ക് നീലപ്പീറ്റയും കാശ് രൂപയാണ് അന്വേഷിച്ചത്. അതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് കാശ് രൂപയാണെങ്കിൽ ഭയങ്കര കരുവ് കളിച്ചിരിക്കും. എന്നാൽ ഞാൻ ഇവിടെ കളയാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊച്ചു നോക്കാം. എനിക്കും അതാ സാധിക്കില്ല. പീറ്റയും കാശ് രൂപത്തിൽ ഒന്നും പറ്റില്ല. അതേ വഴി തന്നെ എനിക്ക് തന്ന വഴി തന്നെ ഇരിക്കും. ആധാരവും പിന്നെ അമ്മച്ചിയുടെ പള്ളിയിൽ നിന്ന് കൊടുത്ത സാധനങ്ങളൊക്കെ അതേപോലെ എനിക്ക് അതിശയമാണെന്ന് നമുക്ക് പറയാം. അതിശയമല്ലേ,
ഈ മേക്കൂടി വെച്ചിട്ട് മേക്കൂടിനോലും പൊളിച്ചപ്പോൾ ഒരു പാടുമില്ല. അപ്പൊ അന്തിക്കത്തി എല്ലാരും കല്യാണത്തിന്റെ ഡേറ്റ് അറിയിക്കാം. ഓക്കെ, എന്തായാലും സന്തോഷം. ഈ സന്തോഷം നിങ്ങൾ വിവാഹത്തിനോട് വന്ന് ഭക്ഷണം കഴിച്ച് ഇരിക്കുക. അമ്മച്ചി ഇപ്പൊ ഞങ്ങൾ കഴിച്ച കറിയില്ലേ, കറി അമ്മച്ചി ഉണ്ടാക്കിയതാണോ? അടിപൊളിയായിട്ട് എന്നിട്ട് അമ്മക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കാണ്. ദീർഘായുസ് നല്ല ടേസ്റ്റ്, നല്ല രുചിയുണ്ട്. ദീർഘായുസ് വേണ്ട, കഷ്ടപ്പെട്ടു. അങ്ങനെ പറയില്ല, ഞങ്ങളെല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരു അമ്മച്ചിയാണ്. അമ്മച്ചിക്ക് കഷ്ടപ്പെടാതെ പോകാൻ ഇഷ്ടം അമ്മച്ചിക്ക്. അതാ ദീർഘായുസ് വേണ്ടെന്ന് പറഞ്ഞാൽ കിടന്നോണെന്ന് അമ്മച്ചിക്ക് ഇഷ്ടമല്ല. ബിനീഷിന്റെ എല്ലാ വിജയത്തിലും അമ്മച്ചിയല്ലേ മുന്നല്ലേ ഏറ്റവും. ഇനി ഏത് അത് മാത്രല്ല, ഒരു ആർട്ടിസ്റ്റിന്റെ അമ്മയെ ഞങ്ങൾ ഇത്ര ഇങ്ങനെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് എപ്പോഴും സ്നേഹത്തോടെ എല്ലാരും അമ്മമാരെ നോക്കുന്നുണ്ടാവും. ഞാൻ ഇങ്ങനെ ഒരു ബ്ലോഗായിട്ടൊക്കെ ഇരുന്നുകൊണ്ടല്ലേ അങ്ങനെ ആൾക്കാർ കാണുന്നത്. നമ്മൾ കൂടുതൽ പ്രായമായിട്ട് നിന്നാലേ നോക്കുന്ന ആളൊക്കെ ബുദ്ധിമുട്ട് നമുക്കൊന്നുമില്ല. പിന്നെ അവരെന്തെങ്കിലും വാക്കുകളൊക്കെ മരുമക്കൾക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനേക്കാളും വലിയത് എപ്പോഴും ആ ദൈവം വിളിക്കുന്നത്. ഇപ്പം എനിക്ക് പോകാണ്ട് ഇതുമില്ല, അവിടെ ഒന്ന് ആളേക്ക് ഇരിക്കാം, കസേരയിലേക്കാം, പോകാം. എത്ര വിളിക്കുക, അതൊരു വളരെ സന്തോഷമാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാകൂല. ഈ മക്കളെ വൃദ്ധസദനത്തിലാക്കുന്ന ആൾക്കാർ കണ്ടുപഠിക്കണം ഈ ഇതൊക്കെ ബിനീഷിന്റെ സംഭവങ്ങളൊക്കെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വൃദ്ധസദനത്തിൽ പോയായിരുന്നു. അത് ഞങ്ങളുടെ അടുത്തുള്ള തന്നെയാണ്, പേര് ഞാൻ പറയുന്നില്ല. പണ്ട് ഞങ്ങള് എന്റെയൊക്കെ ചെറുപ്പത്തിൽ കളിക്കാൻ പോണ ഒരു വീടുണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം പൈസയൊക്കെ ഉള്ള ടീച്ചറിന്റെ വീടാണ്. ടീച്ചറിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങളെയൊക്കെ. അപ്പൊ ഈ കഴിഞ്ഞിടക്ക് ആ വൃദ്ധസദനത്തിൽ പോയപ്പോൾ ആ ടീച്ചർ ആ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ദുഃഖം. അതല്ല, അവർക്ക് പൈസ അല്ലല്ല, അവരുടെയൊക്കെ കുടുംബത്തിനൊക്കെ എനിക്കറിയാം. പക്ഷെ അത് അങ്ങനെ ഒരിക്കലും അതിന്റെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ കഴിഞ്ഞ ആൾക്കാരല്ല എല്ലാവരും. അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ സുരക്ഷിതമായിരിക്കും. ഇവിടെ നോക്കാൻ ആളില്ലാത്തപ്പോൾ അങ്ങോട്ട് കൊണ്ടാക്കണം. അമ്മനെ സൂക്ഷിക്കണം. അവർ പൈസ കൊടുക്കാതെ അവിടെ നിർത്തുമല്ലോ. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ വേലക്കാർ തന്നെ അവർ വരുമ്പോഴത്തേക്കും പല പരാതികളും പറയും. അപ്പോൾ ആ പരാതി വേണ്ടല്ല, അവിടെ കൊണ്ട് നിർത്തി മാസം പൈസയും കൊടുത്തന്നെ അവർ സന്തോഷമായിട്ട് ജയിക്കും. അങ്ങനെ രണ്ട് തരത്തിൽ കാര്യങ്ങളുണ്ട്. രണ്ടു തരത്തിലുണ്ട്. ചോറിന് സത്യം. അങ്ങനെ കാര്യം. ഓക്കെ, സന്തോഷം. എന്തായാലും